വണ്ടി നല്ല ലുക്കല്ലേ കാണാൻ? അതല്ലേ അല്ലല്ലേ? ഒരു മാൻഡ്രയൊക്കെ ബാക്ക് ചെയ്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. 35,000 ഓഫറിൽ 3,90,000 ഫുൾ ഓൺ ഈ വണ്ടി കൊടുക്കാം. അത് 20 വണ്ടീനെ അപേക്ഷിച്ച് കിടിലം പ്രൈസ് ആണ് അല്ലേ? ഒരു 50 രൂപ ഉണ്ടെങ്കിൽ ഈ 3 വണ്ടിയും നിങ്ങൾക്ക് ഏതാന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. 10,000 കിലോമീറ്റർ ഉള്ളു. 2019 വണ്ടിയാണ്. വെറും 10,000? വെറും 10,000 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പെട്രോൾ വണ്ടിയാണ്. ഇത് പുതിയത്. അതിന്റെ കൂട്ടത്തിൽ ഇതിന്റെ ഫ്യൂൽ എന്ന് പറയുന്നത് ഡീസലുമാണ്. ഇത് ഡീസലാ? ഡീസലാ. ഈ സാധനം അങ്ങനെ ഡീസൽ എവിടെയും കണ്ടിട്ടില്ല. അതെ അല്ലേ? അപ്പൊ 2023 മോഡലിൽ നിൽക്കുന്ന പകുതിക്ക്, അതായത് വെറും 15,000 കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ്. ഇയാൾ ഭയങ്കര നെഗറ്റീവ് ആയിട്ടാ വന്നു. നീ കഴിഞ്ഞോട്ടം വ്യൂ നിനക്ക് കുറവല്ലേ? ഇതാ കാര്യം. അല്ലെന്നേ, ഞാൻ ഒരുവിധം എല്ലാവരും എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വണ്ടികൾ ഇങ്ങനെ നിരന്ന് കിടക്കണം കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ? നോക്കിയേ, അടിപൊളിയല്ലേ? അപ്പോൾ എന്തായാലും നമ്മുടെ കൊല്ലത്ത് ട്രസ്റ്റ് വാല്യൂലാണ് വന്നിട്ടുള്ളത്. ട്രസ്റ്റ് വാല്യൂവിൽ എപ്പോൾ വന്നാലും നല്ല അടിപൊളിയാട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധം സാധാരണക്കാരെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വണ്ടി ഇവിടെ ഉണ്ടാവും എന്ന് വേണമെങ്കിൽ പറയാം. ഡീസൽ, പെട്രോൾ, ഓട്ടോമാറ്റിക്, മാനുവൽ ഏത് വേണം അതെല്ലാം ഉണ്ട്. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള അത്യാവശ്യം മോഡൽ കൂടിയിട്ടുള്ള വണ്ടികളാണ്. പിന്നെ ഈ മോഡൽ കൂടിയിട്ടുള്ള വണ്ടികൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മോഡൽ കൂടിയ വണ്ടികൾ, പഴക്കം കുറഞ്ഞ വണ്ടികളൊക്കെ ആകുമ്പോൾ കുറച്ച് വില കൂടുതൽ എന്തായാലും ഉണ്ടാവും. നോർമലി മാർക്കറ്റിനേക്കാൾ വില കൂടുതൽ ആണെന്നല്ല ഞാൻ പറയുന്നത്. ആ വണ്ടിയുടേതായിട്ടുള്ള പുതിയതിൻ്റേതായിട്ടുള്ള ഒരു വില കൂടുതലുണ്ടാവും. അപ്പോൾ നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ എപ്പിസോഡിൽ ഞാൻ കാണിക്കുന്ന ഒരു വണ്ടി പോലും മിസ് ചെയ്യേണ്ട. കാരണം നല്ല കിടില വണ്ടികൾ, എല്ലാം പുതിയ വണ്ടികൾ കാണിച്ചു തരാം. അതുപോലെ തന്നെ മാക്സിമം ലോൺ കാര്യങ്ങളൊക്കെ ചെയ്തു തരും. കൊല്ലത്ത് 2-ാം കുറ്റിയാണ് ഇവർ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്. പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല, മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് എല്ലാവർക്കും ഒരുപാട് കിട്ടിക്കോട്ടെ. അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ മാക്സിമം ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും മാക്സിമം ചെക്ക് ചെയ്ത് മാത്രം എടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഏത് വണ്ടീൻ്റെ ഇൻറ്റീരിയർ ഫോട്ടോസൊക്കെ വേണമെങ്കിലും എല്ലാം സുഹേൽ ബ്രോ അയച്ചു തരും. ഇവിടെ ഉണ്ട്. ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് ചോദിച്ചു നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും നമ്മുടെ ട്രസ്റ്റ് വാല്യൂവിൽ ഈ ഒരു എപ്പിസോഡിൽ അത്യാവശ്യം കുറച്ച് പ്രൈസ് റേഞ്ച് കൂടിയ വണ്ടികളാണ് നിലവിലൂടെ കിടക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും സ്വാഗതം. എന്താണ് ഇപ്രാവശ്യത്തെ അവസ്ഥ? ഇപ്രാവശ്യം അവസ്ഥ ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യവും നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ വീഡിയോ എടുത്ത് കാണുന്നവർക്ക് മനസ്സിലാവും നമ്മൾ കഴിഞ്ഞ വട്ടം ഇട്ട വണ്ടികളൊന്നും അടുത്തൊരു വീഡിയോ ആകുമ്പോൾ കാണൂല. അതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സെയിൽ ആവുന്നോണ്ടാണ്. മനസ്സിലാവുന്നില്ലേ? ഇപ്പൊ ഓരോ വട്ടം വരുമ്പോൾ ചിന്തിച്ചാൽ മനസ്സിലാവും. അല്ല, നമ്മള് വണ്ടി മാറ്റിയിട്ട് വേറെ വണ്ടികൾ കാണിക്കല്ലോ. അപ്പൊ നമ്മൾ ഓരോ വട്ടവും വളരെ നല്ല ക്വാളിറ്റിയുള്ള അത്യാവശ്യം കംപ്ലൈൻസുകളൊന്നും ഇല്ലാത്ത നല്ല വണ്ടികൾ നമ്മൾ കൊടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് കൂടിയ വാറന്റി ഉള്ള വണ്ടികൾ വിൽക്കുമ്പോൾ ഇതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അതങ്ങനെ തന്നെയാണ്. റേറ്റ് കൂടിയതെന്ന് ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ്. മോഡൽ കൂടിയ വണ്ടികളാകുമ്പോൾ പ്രൈസ് വരും. പിന്നെ ക്വാളിറ്റി വൈസ് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്തോളാം. എന്ത് സൗകര്യവും തരും. എന്ത് സൗകര്യം നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോറൂമിൽ കൊണ്ട് കാണിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടൊന്നും കാണിക്കാം. നമ്മളൊക്കെ എല്ലാ വീഡിയോയിലും പറയുന്ന കണക്ക് നമ്മളെ വീഡിയോ ഒന്നും കണ്ട ആരും എടുക്കണ്ട. നിങ്ങൾ ഇവിടെ വന്ന് വണ്ടി നേരിട്ടൊന്ന് കാണുക, നിങ്ങൾക്ക് ഓടിച്ചു നോക്കാം, നിങ്ങൾക്ക് ഷോറൂമിൽ കൊണ്ട് ചെക്ക് ചെയ്യാം. എന്തിനും നമ്മൾ ഓക്കെയാണ്. നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം എടുത്താൽ മതി. റീപ്ലേസ് ഉള്ള വണ്ടികളൊന്നും നമ്മൾ ഇവിടെ എടുക്കത്തുമില്ല. അത്ര ക്വാളിറ്റി ആയിട്ടാണ് നമ്മൾ കച്ചവടം ചെയ്യുന്നത്. അതാണ്. തുടങ്ങാം. കുറച്ച് വണ്ടികൾ കാണിച്ചു കൊടുക്കാം. തീർച്ചയായിട്ടും. പിന്നെ അതാ നോക്കിയതാ 2020 i20 മാഗ്ന. 20 i20 മാഗ്ന. ഈ വണ്ടി CNG ആണ്. അത്യാവശ്യം നല്ല മൈലേജ് ആണ്. ഈ യൂബറൊക്കെ ഓടുന്നവർക്ക് വളരെ ഉപകാരമായിരിക്കും ഈ വണ്ടി. പിന്നെ എറണാകുളത്ത് ഏറ്റവും കൂടുതൽ ഉള്ള വണ്ടി ഇതും വാഗണറുമാണ്. അതെ. മൈലേജ് CNG നല്ല മൈലേജാണ്. പെട്രോൾ മൈലേജ് കുറവാ, CNG നല്ല മൈലേജ്. 10-14 നോക്കിയിട്ടും CNG അത്യാവശ്യം ഇതിന്റെ ഇരട്ടി മൈലേജും മെയിൻ കാര്യം. നമുക്ക് ഇന്റീരിയർ ഒന്നും കാണിക്കുന്നില്ല, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു കാര്യം 10-60 വണ്ടികളുള്ളതാണ്. അപ്പൊ എപ്പിസോഡിന് നീളം കൂടുന്നതുകൊണ്ട് അത്രയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ കാര്യം വെച്ചാൽ നിങ്ങൾ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള ഫോട്ടോസും കാര്യങ്ങളും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ 2020 മോഡല് പെട്രോൾ വണ്ടി CNG ആണ്. വെറും 50,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ്. ഈ വണ്ടി നമുക്ക് 4.25 ലക്ഷം രൂപയാണ് നമ്മൾ ഇട്ടിരുന്ന പ്രൈസ്. നമുക്ക് ഈ വരുന്ന മാസം, അതായത് ഇനിയിപ്പോ അങ്ങോട്ട് ഇപ്പൊ അറിയാലോ 30 ദിവസം കഴിഞ്ഞാൽ ചിങ്ങ സ്റ്റാർട്ട് ചെയ്യാണ്. ഓണമൊക്കെ ആയി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്തൊരു 35,000 ഓഫറിൽ 3,90,000 ഫുൾ ഓൺ ഈ വണ്ടി കൊടുക്കാം. അത് 20 വണ്ടീനെ അപേക്ഷിച്ച് കിടിലം പ്രൈസ് ആണ്. കിടിലം പ്രൈസ് അല്ലേ? അത് മാത്രമല്ല, ഒരു 60,000 രൂപ അടുത്ത് ആ CNG വിലയില്ലേ? പിന്നെ തീർച്ചയായിട്ടും വലിയ CNG നല്ല ലാഭമാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ആദ്യത്തെ വണ്ടി തന്നെ ആദ്യം തന്നെ സെയിൽ ആയിപ്പോട്ടെ. നല്ല പ്രൈസ് ആണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിയോ. ഈ ഒരു വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മൈലേജ് ഉള്ള വണ്ടിയാണ്, മിസ് ചെയ്യണ്ട അല്ലേ? 0 ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ വണ്ടി ഓഫർ ഒന്നും അല്ലല്ലോ, ഇതിന്റെ പണിയല്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഭയങ്കര ഓഫർ എന്നൊക്കെ പറഞ്ഞ് 0 ഡൗൺ പേയ്മെന്റ് എന്ന് പറയുന്നത് അതാ ഏത് തരത്തിലുള്ള ഓഫർ ആവുന്നതെന്നാണ് ചോദിക്കുന്നത്.
സീറോ ഡൗൺ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഞാൻ അജിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരാം. അതായത് നമ്മളൊരു വണ്ടി സീറോ ഡൗൺ പേയ്മെന്റ് എടുക്കണമെങ്കിൽ ഒരു വണ്ടി വാല്യൂഷൻ ചെയ്ത് അതിന്റെ 70% ഒക്കെ ആയിരിക്കും ഫിനാൻസ് കമ്പനിക്കാരിടുന്നത്. അപ്പൊ അവരുടെ വാല്യൂഷൻ എമൗണ്ടിനെ കാട്ടി കുറവായിരിക്കണം നമ്മൾ കൊടുക്കുന്ന പ്രൈസ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടി കിട്ടത്തുള്ളൂ. അതായത് ഇപ്പൊ കയ്യിൽ പൈസ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് അതൊരു ഉപകാരമാണ്. അത്രേ ഉള്ളൂ. വേണ്ടവർ മാത്രം ആരും നിർബന്ധിക്കില്ല. അത്യാവശ്യം നല്ല ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലിപ് സ്പോയിലർ കാര്യങ്ങളൊക്കെ കണ്ടിന് അലോയിലാണ് തോന്നുമെങ്കിലും ഈ സാധനം വീലപ്പാണ്. ഓക്കെ, അത് മാത്രമല്ല ചെറിയ ചെറിയ കുറച്ച് മോഡിഫിക്കേഷൻ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ എന്തായാലും 3,90,000 രൂപയ്ക്ക് 20 മോഡൽ വണ്ടി കിടിലം വണ്ടി എടുത്തോണ്ട് പോകും. അതേപോലെ തന്നെ സ്വിഫ്റ്റ് ആണെങ്കിലോ? സ്വിഫ്റ്റ് ആണെങ്കിൽ 2020 മോഡൽ VXI വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടി. നമ്മൾ അറിയാലോ 4 സിലിണ്ടർ വണ്ടിയാണ്. അപ്പൊ നമുക്ക് ഇത് ഇവിടുത്തെ ആസ്കിംഗ് പ്രൈസ് 6 lakh ആണ്. നമുക്കൊരു 570 കൊടുക്കാം. 2020 VXI വണ്ടി നമുക്കൊരു 30,000 ഓഫറിൽ 5,70,000 കൊടുക്കാം. ഏറെക്കുറെ നമുക്കൊരു 5.5 ലക്ഷം വരെ നമുക്ക് ലോണും കിട്ടും. ഇത് കമ്പനിക്കാർ കണ്ടറിഞ്ഞ് ചെയ്യുന്ന തോന്നുന്നില്ലേ? ഓൾറെഡി ഇറങ്ങിയ വണ്ടിക്കൊക്കെ റീസെയിൽ മാർക്കറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതെ അതെ, കാര്യം ഇത് മറ്റേ 3 സിലിണ്ടർ വണ്ടി ഇറങ്ങുന്നത്. 3 സിലിണ്ടർ ആർക്കും വേണ്ട. സംഭവം എന്ന് വെച്ചാൽ പുള്ളിങ് ഇല്ല, ഓട്ടിക്കാൻ സുഖമില്ലാത്തത് കൊണ്ട് ഇപ്പൊ കൂടുതലും പോകുന്നത് ഈ വണ്ടി തന്നെയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ അന്നും ഇന്നും ഒരുപോലെ നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് സ്വിഫ്റ്റ് അല്ലേ? ഇറങ്ങിയ എല്ലാ മോഡലും വിലയുണ്ട്. 5,700 എന്ന് പറയുമ്പോൾ ഒരു 5 രൂപ ലോൺ കയറുമോ? ഏറെക്കുറെ ഫിക്സഡ് പ്രൈസ് ആണ്. നമ്മൾ ലോൺ ഒരു 5 രൂപ ലോൺ 5 രൂപ 20 വണ്ടിയല്ലേ, 80% എന്തായാലും കിട്ടും അല്ലേ? ഉറപ്പായിട്ടും പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിൽ. അതെ അതെ അതെ. സെയിം സാധനം ഇതാണെങ്കിലോ? ഇതാകുമ്പോ 2021 VXI ആണ്. 45,000 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. നമ്മൾ 6.25 ലക്ഷം ഇട്ടിരുന്നോണ്ട് 25,000 ഓഫർ 6 ലക്ഷം രൂപ കൊടുക്കാം. ഇത് VXI ഓപ്ഷൻ ആണ്. നമുക്ക് ഇതിനകത്ത് അലോയ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 4 പുത്തൻ ടയറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത് സെപ്പറേറ്റ് ചെയ്താണോ കമ്പനി വരുന്നതാണോ? അല്ലല്ല, VXI ഓപ്ഷനകത്ത് വരുന്നത് കമ്പനി. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, VXI ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ഓപ്ഷൻ എടുക്കുമ്പോൾ ഓപ്ഷൻ വരുമല്ലേ? ഇല്ല ഇല്ല ഇല്ല. അപ്പൊ നമുക്ക് 6 ലക്ഷം രൂപ കൊടുക്കാം. കാര്യം ചോദിക്കാൻ മറന്നു. അതായത് നമ്മളിപ്പോ ഈ റീപ്ലേസ്മെന്റ് കാര്യം ഒന്നും പറയുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഏതെങ്കിലും വണ്ടിക്ക് റീപ്ലേസ്മെന്റ് വരും പറയും ഞാൻ. അപ്പം 2021 വണ്ടി നമ്മൾ പറഞ്ഞേക്കെന്ന് വെച്ചാൽ 6.25 ലക്ഷം രൂപ. നമുക്ക് 25,000 ഓഫർ 6 ലക്ഷം രൂപ കൊടുക്കാം. ഏറെക്കുറെ ഈ വണ്ടി നമുക്ക് ഒരു 5.5 ലക്ഷം രൂപ 5.25 ലക്ഷം രൂപ ഫിനാൻസ് കിട്ടും. നിങ്ങളെ പ്രൊഫൈൽ അനുസരിച്ചിട്ടാണ്. ഒരു 25,000 50,000 ഇടയ്ക്കുണ്ട് നിങ്ങൾക്ക് ഈ വണ്ടി ഇറക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ പറയുമ്പോൾ പെട്രോൾ ആണ്, കംപ്ലൈന്റ് ഇല്ലാത്ത വണ്ടിയാണ്, ധൈര്യമായി എടുത്തോണ്ട്. അതെ 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 അതെ. അതേപോലെ തന്നെ ഈ പറഞ്ഞ ഒരു 4-5 കിടപ്പുണ്ട് കേട്ടോ. എല്ലാം സ്വിഫ്റ്റ് തന്നെയാണ്. ഇനി ഇതാണെങ്കിലോ? വീണ്ടും ഒരു 21 സ്വിഫ്റ്റ് VXI ആണ്. ഇതിനകത്തുള്ള ഗുണം പ്രൊജക്ട് ഹെഡ്ലൈറ്റ് പൊട്ടൊക്കെ തൊട്ടിട്ടുണ്ട്. അതെ അതെ, കണ്ണെഴുതി പൊട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ബലേനോട് അലോയ്സ് ഒക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് കസ്റ്റമർ. വളരെ ക്വാളിറ്റി ആയിട്ട് നിൽക്കുന്ന വണ്ടി. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കറക്റ്റ് സർവീസ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. 2021 സ്വിഫ്റ്റ് VXI 59,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. നമ്മൾ ഇതും 6.25 ലക്ഷം രൂപയാണ് നമ്മൾ ഇട്ടിരുന്ന ആസ്കിംഗ് പ്രൈസ്. 25,000 ഓഫർ 6 ലക്ഷം വരെ നമുക്ക് കൊടുക്കാം. അല്ല, ഇത് VXI അല്ലേ പറഞ്ഞേ? VXI ഹെഡ്ലൈറ്റ് ഒക്കെ മാറിയതല്ലേ? ഹെഡ്ലൈറ്റ് ഒക്കെ നമ്മൾ മാറിയത്. ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും കാര്യങ്ങളൊന്നുമില്ല. തട്ടിയിട്ടൊന്നും മാറിയല്ല. ഇത് കസ്റ്റമർ മോഡൽ ചെയ്തതാണ്. അപ്പൊ അദ്ദേഹത്തിന് ZXi പ്ലസിന്റെ ഹെഡ്ലൈറ്റ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ആ രീതിയിൽ ഈ ഫ്രണ്ട് മാറ്റിയതാണ്. അതെ അതെ, കണ്ടു കഴിഞ്ഞാൽ പക്ക ZXi പ്ലസ് തന്നെയാണ് വണ്ടി. അപ്പൊ ഈ വണ്ടി വന്നിട്ട് നമുക്ക് 6.25 ലക്ഷം രൂപ കിട്ടുന്നത്. 25,000 ഓഫർ 6 ലക്ഷം രൂപ കൊടുക്കാം. ഏറെക്കുറെ 5 ലക്ഷം രൂപ ഇതും ലോൺ കിട്ടും. ഒരു 50 രൂപ ഉണ്ടെങ്കിൽ ഈ 3 വണ്ടിയും നിങ്ങൾക്ക് ഏതാന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. അടുത്ത് വീണ്ടും വരുമ്പോൾ സ്വിഫ്റ്റിലോട്ടാണ് വരുന്നത്. കാര്യം സ്വിഫ്റ്റ് നല്ല രീതിയിൽ ഇവിടെ നമുക്ക് എൻക്വയറി ഉണ്ട്, പോകുന്നുണ്ട്. 4 സിലിണ്ടർ ഉണ്ട് പ്രത്യേകിച്ച്. ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഈ സാധനമാണ് നോക്കുന്നത്. അതെ അതെ അതെ. ഇത് 2022 സ്വിഫ്റ്റ് VXI ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ് ഈ വണ്ടി. 45,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഒരു അപാകതയില്ല. കറക്റ്റ് കമ്പനി സർവീസ് ആണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഈ വണ്ടി നിങ്ങൾക്ക് നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പറോ കാര്യങ്ങളോ RC ബുക്ക് എന്താണെന്ന് വെച്ചാൽ അയച്ചു തരാം. നിങ്ങൾ ഹിസ്റ്ററിക്ക് എടുത്തിട്ട് പക്കയാണെങ്കിൽ മാത്രം വന്നാൽ മതി. ഇത് നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്ന പ്രൈസ് 7 ലക്ഷമാണ്. നമുക്ക് 30,000 ഓഫർ 6,70,000 കൊടുക്കാം. ഏറെക്കുറെ 6 രൂപ സുഖമായിട്ട് ലോൺ കിട്ടും. 2022 ഓട്ടോമാറ്റിക്. അതെ 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 അതെ. 6,70 നമുക്ക് എടുത്തോണ്ട് പോവാം. വീണ്ടും വരുവാണെങ്കിൽ 2024 സ്വിഫ്റ്റ് VXI ഓട്ടോമാറ്റിക് ആണ്. 24 2 ഷേപ്പ് ഉണ്ട്. പഴയ ഷേപ്പ്, പുതിയ ഷേപ്പ് ഉണ്ട്. പുതിയ ഷേപ്പ് ഏറെക്കുറെ ജൂലൈക്ക് ശേഷമാണ് വന്നത്. അപ്പൊ ഇത് 4 സിലിണ്ടർ വണ്ടി തന്നെയാണ് ഇതും. ഈ വണ്ടി വന്നിട്ട് നമുക്ക് വെറും 22,000 കിലോമീറ്റർ മാത്രമേ സിംഗിൾ ഓണർ വണ്ടിയാണ്. നമ്മൾ 7.5 ലക്ഷം രൂപ ആസ്കിംഗ് പ്രൈസ്. നമുക്കൊരു 30 രൂപ ഓഫർ 7,20,000 എടുത്തോണ്ട് പോവാം. ഏറെക്കുറെ നമുക്ക് ഒരു 6.5-6.25 രൂപ ലോണും കിട്ടും. അപ്പം ഞാൻ ഈ പറഞ്ഞ സ്വിഫ്റ്റ് ഏറെക്കുറെ ഒരു 5 സ്വിഫ്റ്റോളം ഉണ്ട്. ഈ സ്വിഫ്റ്റ് എല്ലാം നമുക്ക് ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് നിങ്ങൾ സുഖമായിട്ട് ഇറക്കിക്കൊണ്ട് പോവാം. 50,000 രൂപ മാക്സിമം കൈ വെച്ചാൽ മാക്സിമം ലോൺ എടുക്കാതിരിക്കുക, ലോണിന്റെ എമൗണ്ട് കുറയ്ക്കാന്നൊക്കെ ഉള്ളതാണ് ചെയ്യേണ്ട കാര്യം. പറ്റുമെങ്കിൽ നോക്കിയിട്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ നേരെ വരുവാണെങ്കിൽ ഒരു എക്സ്റ്റർ ആണ്, SX ഓപ്ഷൻ ആണ്. സൺറൂഫും അലോയ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 2024 എക്സ്റ്റർ SX ഓപ്ഷൻ വെറും 18,000 കിലോമീറ്റർ മാത്രം ഓടിയ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. 1 ലിറ്റർ
1 ലിറ്റർ ടർബോ. അതെ അതെ അതെ. അത്യാവശ്യം മൈലേജ് ഉണ്ട്, അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. നമുക്ക് CNG ഒക്കെ ചെയ്യാൻ പറ്റില്ല സുഹേൽ ബ്രോ? ഇത് പിന്നെ സുഖമായിട്ട് CNG ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ പറ്റൂലേ? പിന്നെന്താ ചെയ്യാൻ പറ്റാത്ത? കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഇത് ഏറ്റവും ടോപ്പ് എന്താന്ന് പറഞ്ഞു, ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരും. SX ഓപ്ഷൻ ആണ്, ബട്ടൺ സ്റ്റാർട്ട്, അലോയ്സ്, സ്റ്റിയറിംഗ് കൺട്രോളർ, എല്ലാ സാധനം ഉണ്ട്. അതായത് ഒരു കോമ്പാക്ട് SUV SUV. അതെ 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 അതെ. ഇത് നമുക്ക് എന്താ 24 വണ്ടി വില? നമുക്ക് 790 ഇട്ടുന്ന വണ്ടി നമുക്കൊരു 40,000 രൂപ നമുക്ക് കുറച്ചിട്ട് 7.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വണ്ടി എടുത്തോണ്ട് പോവാം. ഏറെക്കുറെ 7 ലാക്ക് 7.5 നിങ്ങൾക്ക് സിബിൽ ഉണ്ടെങ്കിൽ 7.5 വരെ ലോൺ കിട്ടും. അല്ലെങ്കിൽ നമുക്കൊരു 7 ലക്ഷം രൂപ ലോൺ കിട്ടും. ഇതും വെറും 50,000 രൂപ ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് എടുത്തോണ്ട് പോകും. അതെ, ചുരുക്കി പറഞ്ഞ ഇവിടെ കിടക്കണം എല്ലാവരും 50,000 രൂപ പോരെ? ഏറെക്കുറെ. നമുക്ക് പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് കിലോമീറ്റർ ആണ്, വെറും 11,000 ഓടിയിട്ടുള്ളൂ. ഇത് വെറും 22,000 ഓടിയിട്ടുള്ളൂ. ഇത് പുതിയതൊക്കെ എടുക്കാൻ പോകുന്നവർ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 8.5 ലക്ഷം രൂപ വിലയില്ല പുതിയതിന്. 10,90,000 ഓൺ റോഡ് പ്രൈസ്. അത്രയും വിലയുണ്ട്. 10,90. നമുക്കിത് വില വരുന്ന 7.5. അപ്പൊ പുതിയ എടുക്കുന്നതായിട്ട് ഏറെക്കുറെ 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വ്യത്യാസമുണ്ട്. അതെ അതെ. അതും വെറും 11,000 കിലോമീറ്റർ, 24 വണ്ടിയാണ്, 24 ലാസ്റ്റ് വണ്ടിയാണ്. അടുത്തത് ടൈഗൺ ആണല്ലേ? അടുത്ത ടൈഗൺ ആണ്. ഫുൾ ഓപ്ഷൻ 2023 ടൈഗൺ ടോപ്പ് ലൈൻ ഓട്ടോമാറ്റിക് ആണ്. അതായത് ടോർക്ക് കൺവേർട്ടർ വരുന്ന വണ്ടിയാണ്. ടോർക്ക് കൺവേർട്ടർ TSI ആണ്. അതെ, നല്ല ക്വാളിറ്റി ഉള്ള, അതായത് ഫോഴ്സ്വാഗന്റെ ഒരു SUV അല്ലേ? അതെ 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 അതെ. ഇതിന്റെ എക്സാക്ട് ഡെലിവറി വരാണെങ്കിൽ 26/6/2023 ആണ്. അല്ല, ഇത് പിന്നെ 1 ലിറ്റർ ടർബോയാ? ഇത് 1 ലിറ്റർ ടർബോ ആണ്. എനിക്കൊന്ന് അത്യാവശ്യം മൈലേജ് ഉണ്ടെന്ന് തോന്നുന്നു. നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. അങ്ങനല്ല, നമ്മൾ ലോങ് പോകുമ്പോൾ ഇതിന് ശരിക്കും നല്ല മൈലേജ് കിട്ടും. അല്ല, എന്ത് സംഭവം അറിയാമോ? ഇത് പിന്നെ മറ്റേ സിലിണ്ടർ ഓട്ടോമാറ്റിക് ക്ലോസ് ആവുന്ന വണ്ടിയാണ്. അതെ അതെ അതെ. നല്ല മൈലേജ് ഒക്കെ ഉള്ള. പിന്നെ ബിൽഡ് ക്വാളിറ്റി ആണ് പക്ക. അല്ല, ബിൽഡ് ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് മൈലേജ് കുറച്ച് കുറവാന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ വേറെ കേസ് ഉണ്ടോ, ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, സ്റ്റാൻഡേർഡ് വണ്ടിയാണ്. എവിടെയും കൊണ്ട് നിർത്തുമ്പോൾ ഒരു അട്രാക്റ്റീവ് ആണ്. അതെ. അപ്പൊ ഇത് വെറും 35,000 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. 23 വണ്ടിയാണ്. ടൈഗൺ ടോപ്പ് ലൈൻ ആണ്. ടോപ്പ് ലൈൻ എന്ന് പറയുന്നത് അറിയാലോ, ഏറ്റവും ടോപ്പാണ്. അപ്പൊ ഇതിന്റെ വന്നിട്ട് 13.5 ലക്ഷം രൂപയാണ് വില. നമ്മൾ ആസ്കിങ് ഇതിനകത്ത് ഒരു 60,000 ഓഫർ വെച്ചിട്ട് 12.90 കൊടുക്കാം. ഏറെക്കുറെ ഒരു 11 ലക്ഷം രൂപ ലോണും കൊടുക്കാം. അപ്പൊ നമുക്കൊരു 1.90 ഒക്കെ ഉണ്ടെങ്കിൽ ഈ വണ്ടി നമുക്ക് എടുത്തോണ്ട് പോകാം. നല്ല പ്രൊഫൈൽ വേണ്ട, 10 മേലെ ലോൺ നല്ല പ്രൊഫൈൽ ആണ്. അതെ അതെ. അപ്പൊ 12.90. നെക്സോൺ ഈ വണ്ടി സെറ്റ് ആണ്. ഈ വണ്ടി മാനുവൽ ആണ്. പക്ഷെ ഈ വണ്ടിയുടെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് 10,000 കിലോമീറ്റർ ഉള്ളു. 2019 വണ്ടിയാണ്. വെറും 10,000 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പെട്രോൾ വണ്ടിയാണ്. XT ആണ് വണ്ടി. എടുക്കുന്ന ഒരു കസ്റ്റമറിന് ഭയങ്കര വർത്തായിരിക്കും വണ്ടി. അത്ര സുഖമാണ് ഈ വണ്ടി ഓടിക്കാൻ. ഞാൻ ഈ വണ്ടി എറണാകുളത്ത് നിന്ന് ഓടിച്ച് വന്നതാണ്. അടിപൊളിയാണ് വണ്ടി ഓടിക്കാനൊക്കെ. അപ്പൊ 2019 മോഡൽ നെക്സോൺ XT മോഡൽ 10,000 കിലോമീറ്റർ ഓടി വണ്ടി. നമ്മൾ ജെന്യൂൻ, പക്ക ജെന്യൂൻ. നിങ്ങൾക്ക് എവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. KL 31 74 65. അപ്പൊ ഈ വണ്ടിയൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് ഹിസ്റ്ററി ഒക്കെ നോക്കിയിട്ട് വന്നാൽ മതി. അതെ അതെ, കമ്പനി വന്ന ടയർ തന്നെയാണ്. ഇത് 10,000 കിലോമീറ്റർ ഓടിയ ടയർ ആയിരിക്കുന്നത്. അപ്പൊ ഈ വണ്ടി വന്നിട്ട് 5,75,000 രൂപ നമ്മൾ ആസ്കിങ്. നമുക്ക് 50,000 ഓഫർ, 5.25 ലക്ഷം രൂപയ്ക്ക് ഫുൾ ഓണില് 0 ഡൗൺ പേയ്മെന്റ് ഇറക്കിക്കൊണ്ട് പോവാം. സിംഗിൾ ഓണർ വണ്ടി അല്ലേ? സിംഗിൾ ഓണർ. നല്ല പ്രൈസ് ആണ്, ഒട്ടും കൂടുതൽ ഞാൻ പറയില്ല. കിലോമീറ്റർ വെച്ച് നോക്കുമ്പോൾ പുത്തൻ വണ്ടി തന്നെ. പുത്തൻ വണ്ടി. ഓക്കെ. 5,25,000 അല്ലേ? 5,25,000 രൂപ. ഏറെക്കുറെ 5.5 ലക്ഷം ഫിനാൻസും കിട്ടും. ഓക്കെ. അതായത് അത് പഴയതാണെങ്കിൽ ഇത് പുതിയത്. അതിന്റെ കൂട്ടത്തിൽ ഇതിന്റെ ഫ്യൂൽ എന്ന് പറയുന്നത് ഡീസലും ആണ്. ഇത് ഡീസലാ? ഈ സാധനം അങ്ങനെ ഡീസൽ എവിടെയും കണ്ടിട്ടില്ല. അതെ അല്ലേ. അപ്പൊ 2023 മോഡലിൽ നിൽക്കുന്ന നെക്സോന്റെ ക്രിയേറ്റീവ് എന്ന വേരിയന്റ് ആണ്. ക്രിയേറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു മിഡിൽ ഓപ്ഷൻ. അതായത് ടോപ്പ് അക്കംപ്ലിഷ്, അതിന്റെ തൊട്ട് താഴെ ക്രിയേറ്റീവ്. ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലേ? അതെ അതെ അതെ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. നല്ല ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണ്. 360 ഒക്കെ ഇല്ലേ? 360 ക്യാമറയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓട്ടോ ഫോൾഡിംഗ് മിറർ എല്ലാം ഉണ്ട്. ഇത് പുതിയത് എനിക്ക് തോന്നുന്നു 18 അടുപ്പിച്ചുണ്ട്. പിന്നെ ഡീസൽ വണ്ടി അത്ര വിലയുണ്ട്. അടിപൊളി. അപ്പൊ ഈ വണ്ടി വന്നിട്ട് നമ്മള് 52,000 കിലോമീറ്റർ മാത്രം ഓടി വണ്ടി. 10 ലക്ഷം രൂപയാണ് ആസ്കിങ്. നമുക്കൊരു 60 ഓഫറിൽ 9.90 നിങ്ങൾക്ക് 1 രൂപ ഇല്ലാതെ ഈ ഫുൾ ലോൺ ഇറക്കിക്കൊണ്ട് പോയി വണ്ടി. അതും ഏറ്റവും ലാസ്റ്റ് വന്ന ഫേസ് ആണ്. അതെ അതെ. ഏറെക്കുറെ നമ്മൾ ഒരു 50% ഡിപ്രീസിയേഷൻ ചെയ്താണ് ഈ വണ്ടി കൊടുക്കുന്നത്. അതെന്തായാലും നല്ല ഓഫറാണ്. അതൊക്കെ ആർക്കെങ്കിലും വേണം നോക്കി. ഇതൊക്കെ നിങ്ങൾ പുതിയതൊക്കെ എടുക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ പോരുത്. നേരെ പകുതിയാണ് വില കുറയുന്നത് അല്ലേ? അതെ, ഡീസലും ആണ്. നല്ല മൈലേജും കിട്ടും. ടാറ്റ ആയതുകൊണ്ട് പിന്നെ ബോഡിക്കകത്ത് പേടിക്കാൻ വേണ്ട.
അല്ല ശരിയാ, ബോഡിക്കകത്ത് മേടിക്കാം, പക്ഷെ എന്താ പറയാ, ഫിറ്റ് ആൻഡ് ഫിനിഷ് കുറച്ച് പ്രശ്നമാണേ ഉള്ളൂ. അത് കമ്പനിയുടെ കാര്യമില്ല, നമുക്ക് പറയാൻ പറ്റത്തില്ല. അടുത്തത് ഇത് നമ്മുടെ ആസ്റ്റർ അല്ലേ? ആസ്റ്റർ, MG ആസ്റ്റർ ആണ്, 2020 മോഡൽ. ഇത് സെലക്ട് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം തന്നെ വരുന്നുണ്ട്. അതായത് ഓൾമോസ്റ്റ് 20 ലക്ഷം രൂപ മേലെ വിലയുള്ള. അതെ 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 അതെ, പെട്രോൾ ഓട്ടോമാറ്റിക് ആണോ? പെട്രോൾ മാനുവൽ ആണ്. 15,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. വെറും 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമ്മള് 9.25 ലക്ഷം രൂപ ഇട്ടിരുന്ന വണ്ടി നമുക്ക് ഏറെക്കുറെ 9 ലക്ഷം രൂപയ്ക്ക് ഫുൾ ഓണിൽ ഇറക്കിക്കൊണ്ട് പോകാം. അതെ, ഇത് ഏകദേശം 18 ലക്ഷം രൂപ റേഞ്ചിലാണ് വില വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഓട്ടോമാറ്റിക്കിലാണ് 20 മേലെ വില. ഇത് 18 രൂപ റേഞ്ചിൽ, 18 സംതിങ്. എന്നാലും നേർ പകുതി അങ്ങ് കുറഞ്ഞു. നേർ പകുതിക്ക്, അതായത് 15,000 ഓടിയിട്ടുള്ളൂ. വെറും 15,000 കിലോമീറ്റർ, കറക്റ്റ് കമ്പനി സർവീസ്. പിന്നെ ഇതിനകത്ത് ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടാകും, നമുക്ക് പോളിഷ് ചെയ്തൊക്കെ മാറ്റാം. ഇന്നലെ കയറിയതുള്ള വണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ലാത്ത കാരണത്താൽ ഒരഞ്ഞു പോയി. അതെ അതെ, പക്ഷെ അതൊക്കെ ഒരു എന്താ പറയാ, അതൊന്നും ഒരു പ്രശ്നമായിട്ട് പറയേണ്ട ഒരു ആവശ്യമില്ല. അല്ല, ഞാൻ പറഞ്ഞതാണ്. അതെ, ഇപ്പൊ വേറെ കേസ് പറഞ്ഞത്, അത് കമ്പനി കൊണ്ടുപോയാൽ മമ്പറങ്ങ് മാറും കേട്ടോ, അത്രേ ഉള്ളൂ. അതാണ് പലപ്പോഴും കാണുന്നത്. പക്ഷെ ഇത് വേറെ ലെവൽ വണ്ടിയാട്ടോ. അപ്പൊ 2024 വണ്ടി, അടിപൊളി ഒരു ബ്ലാക്ക് വണ്ടി, സെലക്ട് ആണ് വേരിയന്റ്, 15,000 കിലോമീറ്റർ, 9.75 ചോദിച്ചോണ്ട് 75,000 ഓഫർ, 9 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് 1 രൂപ ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ ഫുൾ ഓൺലി ഇത് ഇറക്കിക്കൊണ്ട് അന്യായ പ്രൈസ് ആണ്, കില്ലർ പ്രൈസ്. അപ്പൊ അത് നോക്കേണ്ട ഒരു കാര്യം, നമ്മൾ അത്യാവശ്യം വളരെ ലോ ഡൗൺ പേയ്മെന്റ് ആണ് നമ്മൾ ഈ പറഞ്ഞ വണ്ടി. ഇത് ഫുൾ ഓൺ കിട്ടും, ഇത് ഫുൾ ഓൺ കിട്ടും, മനസ്സിലാവുന്നില്ല? പിന്നെ നെക്സോൺ ഫുൾ ഓൺ കിട്ടും. അപ്പൊ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ വില കുറച്ച് നല്ല ക്വാളിറ്റി വണ്ടികളാണ് നമ്മൾ കസ്റ്റമറിന് കിടക്കണ കാണാൻ തന്നെ നല്ല രസമുണ്ട്, സെറ്റായി. അടുത്തത് എക്കോസ്പോർട്ട്, നിർത്തിപ്പോയ സാധനമാണെങ്കിലും ഡീസലാ, സാധനം സെറ്റ് ഡീസലാ. അതെ, അത് മോഡൽ 2020 എക്കോസ്പോർട്ട് ടൈറ്റാനിയം. 20 എന്ന് പറയുമ്പോൾ ഈ ഷേപ്പിലെ ലാസ്റ്റ് വണ്ടി. അതെ അതെ അതെ, പക്ഷേ ഇത് ടൈറ്റാനിയം പ്ലസ് അല്ല, ടൈറ്റാനിയം പ്ലസ് അല്ല, ടൈറ്റാനിയം ആണ്. 4/9/2020 ആണ് എക്സാക്ട് ഡെലിവറി ഡേറ്റ് എന്ന് പറയുന്നത്. കിലോമീറ്റർ വന്നിട്ട് വെറും 80,000 കിലോമീറ്റർ. ഈ വണ്ടിയൊക്കെ 80 ഓടിയില്ലെങ്കിൽ പിന്നെ അറിയാലോ, ആരായാലും ഓടി. 25+ മൈലേജ് കിട്ടും, 25+ മൈലേജും കിട്ടും, നല്ല മൈലേജും ആണ്. പിന്നെ ഇപ്പൊ ഇതിനൊക്കെ നല്ല രീതിയിൽ ലോണും കയറുന്നുണ്ട് ഈ വണ്ടി. ലോൺ കൊടുക്കുന്നുണ്ട്. ലോൺ കൊടുക്കുന്നുണ്ട്. പിന്നെ ആകെപ്പാടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് മാത്രമായിരുന്നു. പക്ഷെ വണ്ടി എന്ന് പറഞ്ഞാൽ ഈ ഫോർഡ് ഉപയോഗിച്ച ഒരാളും പിന്നെ അത് മാറ്റത്തില്ല, അത്രയും കംഫർട്ട് ആട്ടോ. അപ്പൊ നമ്മുടെ ആസ്കിംഗ് പ്രൈസ് 9 lakh ആണ്. നമുക്കൊരു 60,000 ഓഫറിൽ 8,40,000 കൊടുക്കാം. ഏറെക്കുറെ ഒരു 7.5 ലക്ഷം രൂപ ലോണും കിട്ടും. ഒരു 90,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി ഇറക്കി കൊണ്ടുപോകാം. 90 രൂപ ഉറപ്പായിട്ട് ഇറക്കി കൊണ്ടുപോകാം. 20 ഡീസൽ ടൈറ്റാനിയം കേട്ടോ. അതെ, 20 ഡീസൽ ടൈറ്റാനിയം. ഈ സാധനമൊക്കെ തപ്പി നടന്നാൽ ഒരിക്കലും കിട്ടൂല. അജു പറഞ്ഞത് ഇതൊക്കെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ, വേണമെങ്കിൽ എടുത്തേക്കാം. അപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ നോക്കി വെച്ചോളൂ. അതെ അതെ അതെ. അടുത്തത് ക്രെറ്റയാണ്, കിടിലൻ സാധനം. ഇത് ഡീസലോ പെട്രോളോ? അജുവിന് ഇത് കണ്ടിട്ട് ഇതായില്ലേ? അല്ല അതെ, എനിക്ക് ഏത് വേരിയന്റ് വന്നാലും ഈ ഒരു സാധനം എനിക്ക് ഇഷ്ടമുള്ളൂ. ഇതാണ് അതിന്റെ ഒരു ആഠ്യത്തുള്ള വണ്ടി. അതെ അതെ അതെ. അപ്പൊ ഇത് 2019 മോഡൽ SX ആണ് വണ്ടി. 1.6 ആണ്. 1.6 പെട്രോൾ. പെട്രോള് 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. സിംഗിൾ ആണ്. അത്യാവശ്യം നല്ല ഗ്രാഫിക്സും കാര്യങ്ങളും, അലോയ്സ് ഒക്കെ. ഗ്രാഫിക്സ് ഒന്ന് കാണിച്ചു തരുമോ? ഇതാണ്ട് ഈ ഹ്യുണ്ടായുടെ ഈ ഗ്രാഫിക്സ് ഉണ്ടോ, ഇത് തന്നെ അകത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഗ്രാഫിക്സ് ആണ് ഉദ്ദേശിച്ചത്. പറയുന്നില്ല, ഇത് കണ്ടു പൊടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ചൊറി പിടിച്ച പോലെ ഉണ്ടല്ലോ. നീ ഭയങ്കര ഭയങ്കര നെഗറ്റീവ് ആട്ടോ. ഞാൻ ഈ കാണുന്നവർക്ക് പറയാ, ക്രോം എന്തോ പോളിഷ് ചെയ്തപ്പോ ഡീക്രോം ആയ പോലെ ഇല്ല. ഇതിനകത്ത് കയറി നോക്കണം. ആ പിടി നോക്കു, ആ പിടി എല്ലാം ഈ സാധനമാണ്. അല്ല ഞാൻ പറഞ്ഞതാ, പക്ഷെ ഇത് വണ്ടി നല്ല ലുക്കല്ലേ കാണാൻ? അതല്ലേ, അല്ലല്ലേ? ഒരു മാൻഡ്രയൊക്കെ ബാക്ക് ചെയ്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നല്ല അടിപൊളി സാധനം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മൈലേജ് ഇല്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. 10, 11, 12 വേണം എടുത്താ മതി. എടുത്താൽ മതി. അതെ 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 അതെ. അതായത് അത് ഞാൻ അങ്ങനെ പറഞ്ഞല്ല കേട്ടോ. അതായത് മൈലേജ് കുറവാണ്, അപ്പൊ പക്ഷെ ഡ്രൈവിംഗ് കംഫർട്ട് സെറ്റ് ആണ്. അപ്പം അത് ആവശ്യമുള്ളവരെ എടുക്കുള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ? അത് മാത്രമല്ല, സാറ് യൂസ് ചെയ്യുന്ന വണ്ടി ഉണ്ടായില്ലായിരുന്നു. അല്ല അത് പറഞ്ഞ വണ്ടി അടിപൊളിയാണ്. ഞാൻ പക്ഷേ ഡീസൽ അല്ലേ, പെട്രോൾ മനുഷ്യന്മാർ ഈ ഗൾഫിലൊക്കെ അധികം ഓട്ടോ ഇല്ലാത്തവർക്ക് ബെസ്റ്റ് സാധനം എടുത്തിട്ട് അവിടെ കിടന്നോളൂ, കംപ്ലൈന്റ് ഇല്ല. അതാണ് മെയിൻ ഗുണം. അപ്പൊ 19 SX 1.6 60,000 കിലോമീറ്റർ വേണ്ടി നമ്മൾ 8.25 ലക്ഷം രൂപ ചോദിച്ചാണ്. 40,000 ഓഫർ 8,35,000 രൂപ എടുക്കാം. ഏറെക്കുറെ 8 ലക്ഷം രൂപ ലോണും തരാം. അത് മോഡൽ 19 അല്ലേ? 19 അടിപൊളി. നല്ല നിങ്ങൾക്ക് ഒരു 35,000 ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കി കൊണ്ടുപോകാം. ഒരിക്കലും ഇത് മിസ് ചെയ്യരുത് കേട്ടോ. അത് മിസ് ചെയ്താലും വലിയ കുഴപ്പമില്ല. നേരത്തെ വേണ്ടവരെടുത്തായിരുന്നു മിസ് ചെയ്തു. ശരി, എന്നാ ഇത് മിസ് ചെയ്യാജു. ശരി, ഇത് ഏതാ മോഡല്? 2015 മോഡല്. 15 നല്ല അടിപൊളി വണ്ടിയാണ്, സെറ്റ് വണ്ടിയാണ്. കളർ ഏതാ ഇതിന്റെ? ഇത് ശരിക്കും ഒരു എന്താണ് പറയുന്നത്, എന്താണ് അതിന്റെ പേര്? അതല്ല, ഇത് എനിക്ക് ഒന്ന് പോളിഷ് ചെയ്ത കുറച്ചൊരു കളർ വരൂലേ? പോളിഷ് ചെയ്തിട്ട് ഇവിടെ കിടന്ന് പൊടിയടിച്ചതാണ് ഈ സാധനം. സാധനം നല്ല പോളിഷ്.
സിൽവർ അല്ല, ഇതിനൊരു ഇവന്മാർ ഈ ഇങ്ങനെ ഒരു കളറിൽ ഇറക്കിയിട്ടുണ്ട്. ഇത് ആണ് റീ കേരളയ്ക്ക് വേണ്ടിയാണ് ഇത് ഇങ്ങനെ ഒരു കളർ ശരിക്കും ഇറക്കിയിട്ടുണ്ട് കമ്പനി. അതിന് എന്തോ ഒരു ഐവറി വൈറ്റ് അങ്ങനത്തെ ഒരു കളറാണ് ശരിക്കും. മോശമൊന്നുമില്ല. 15 മോഡൽ കിലോമീറ്റർ കിലോമീറ്റർ 1,70,000 കിലോമീറ്റർ ജെനുവിൻ കറക്റ്റ് കമ്പനി സർവീസ്. വണ്ടി അത്യാവശ്യം എന്താ പറയണ്ടേ, 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. 15 മോഡൽ 2 വീൽ ഓട്ടോമാറ്റിക് 15 മോഡൽ 4x2 ആണ് വണ്ടി. 2 വീൽ ഡ്രൈവ് ആണ്. ഇത് നമുക്ക് എന്താ പ്രൈസ്? അപ്പൊ നമുക്ക് ഇത് 15 ലക്ഷം രൂപ നമ്മൾ ഇട്ടുന്ന പ്രൈസ്. നമ്മൾ 1 ലക്ഷം രൂപ കുറച്ച് 14 ലക്ഷം രൂപയ്ക്ക് എവിടെയെങ്കിലും കിട്ടും നമുക്ക്. 4x2 ഓട്ടോമാറ്റിക് പക്ക വണ്ടി. ഹിസ്റ്ററി ഒക്കെ ക്ലിയർ, പേപ്പർ ആയ വണ്ടി. കിട്ടാണ്ടൊന്നുമില്ല, കിട്ടും. ഇയാൾക്ക് കിട്ടും. ഇടിച്ചു പറഞ്ഞ വണ്ടികൾ ക്വാളിറ്റി പക്കയാണ്. ഇതെന്താ സ്ഥിതി ക്വാളിറ്റി? നിങ്ങൾ ഇത് കൊണ്ടുപോയി ടൊയോട്ടയുടെ ഷോറൂമിൽ കൊണ്ട് കയറ്റി ചെക്ക് ചെയ്തെടുത്താൽ മതി വണ്ടി. അല്ലാണ്ട് ആരെങ്കിലും എടുക്കും ബ്രോ? പക്ക വണ്ടിയാണ്, എല്ലാരും ചെക്ക് ചെയ്ത് എടുക്കുള്ളൂ. പട്ടക്ക വണ്ടിയാണ്. പിന്നെ ഇതിന്റെ സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം നമ്മളതിലുണ്ട്. ഇയാൾ ഭയങ്കര നെഗറ്റീവ് ആയിട്ടാ വന്നു. നീ കഴിഞ്ഞോട്ടം വ്യൂ നിനക്ക് കുറവല്ലേ? ഇതാ കാര്യം. അല്ലെന്നേ, ഞാൻ നമ്മളിപ്പോ പറയുമ്പോ എല്ലാം പറയണ്ടേ ബ്രോ? അല്ല, പറയുമ്പോ എല്ലാം പറയാം. ഞാൻ പറയുന്നില്ല, നമ്മളെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാന്ന് പറയും. അത് ശരി, അത് അജു പറഞ്ഞ കറക്റ്റ്. നമ്മളെ പൈസ വാങ്ങിട്ട് നീ നല്ലത് പറയാതെ അത് പറഞ്ഞ കറക്റ്റ്. ഞാൻ ഇപ്പൊ ഉള്ളതുപോലെ പറയും. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ 15 ഓട്ടോമാറ്റിക് ഫോർച്യൂണർ എടുക്കാൻ നിൽക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ആണ്. അല്ല, പ്രൈസ് കൂടുതൽ ഒരിക്കലും കൂടുതലൊന്നും അല്ല. 14 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി വണ്ടി, പേപ്പർ ആയ വണ്ടി, ഒന്നും ചെയ്യേണ്ട. നിങ്ങളുടെ അടുത്ത് വണ്ടി ഓടിച്ചാൽ എല്ലാം അപ് ടു ഡേറ്റ് സർവീസും ആണ്. അപ്പൊ 14 ലക്ഷം രൂപയ്ക്ക് ഒന്നുമില്ല. നിങ്ങൾക്ക് ഒരു 12 ലക്ഷം രൂപ ലോണും കിട്ടും. അതെ. ഓക്കെ, അപ്പൊ എന്തായാലും വേണ്ടവരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുക്കണേ. നമ്മൾ കഥ പറഞ്ഞു ഒരുപാട് സമയം നമുക്ക് ബാക്കിയുള്ള കുറച്ചും കൂടി പെട്ടെന്ന് പറഞ്ഞാൽ നോക്കി അങ്ങനെ കിടക്കണതാണ്. നല്ല അടിപൊളിയല്ലേ എല്ലാം കൂടി. അപ്പൊ എന്തായാലും കോൺടാക്ട് ചെയ്തോ, ഫുൾ ഫോട്ടോസും ഡീറ്റെയിൽസ് ഒക്കെ അയച്ചിരുന്നോ. ബാക്കി വേഗം പറയാം. അപ്പോൾ എന്തായാലും നമ്മുടെ ടെസ്റ്റ് വാല്യൂല് ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് ഇതാ കുറച്ച് വണ്ടികൾ, സെഡാൻ വണ്ടികൾ കൂടി കാണിച്ച് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. പെട്ടെന്ന് പറഞ്ഞു കേട്ടോ സുഹേൽ ബ്രോ. പോയി ഇത് നമ്മുടെ MG ഏതാ മോഡല്? MG കോമറ്റ് ആണ്. നമ്മൾ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന വണ്ടിയാ? അന്ന് ഉണ്ടായിരുന്നോ? ഒരു വണ്ടി ഇവിടെ ഉണ്ടായിരുന്നു, അത് പോയി. ഇത് വേറെ. ഓക്കെ, ഇതേതാ മോഡല്? 2023 വണ്ടി. 24, 25 ആയിരുന്നു. കോമറ്റ് ആണ്. കോമറ്റ് എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞു വണ്ടിയാണ്. കുഞ്ഞു വണ്ടിയും EV ആണ്. പെട്രോൾ ചെലവും കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി ചാർജ് ചെയ്യാൻ ഓടും. വളരെ സിമ്പിൾ ആണ്. അപ്പൊ 52,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 23 വണ്ടി. 6 ലക്ഷം രൂപ നമ്മളെ പ്രൈസ്. 560 കൊടുക്കാം. EV ആണ്, ഓർക്കണം. ഫുൾ ലോണും കിട്ടും. EV ആണ് ഓർത്തിട്ട് എന്താ കാര്യമുള്ളൂ? ചെലവില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞേ സാറേ. ചെലവില്ലേ സാറേ, നമുക്ക് പെട്ടെന്ന് പോകണം. അപ്പം 560 ഫുൾ ലോൺ കേട്ടോ. ഫുൾ ലോൺ. പുതിയ വണ്ടിയല്ലേ അല്ലേ? യെസ്. പുതിയ 10 രൂപ വിലയില്ലേ? 10 രൂപയ്ക്ക് അത് വിലയുണ്ട്. അടുത്തത് അടുത്ത് പറയണെങ്കിൽ 2018 മോഡല് ഹോണ്ടയുടെ ജാസ് SMT ആണ് വണ്ടി. ജാസു ആണ്. അത് നല്ല അത്യാവശ്യം നല്ല അലോയ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല കിടുകാച്ച വണ്ടിയാണ് കേട്ടോ. അത് സെറ്റ് വണ്ടിയാണ്. അതെ, പെട്രോൾ ആണ്. കിലോമീറ്റർ 72,000 കിലോമീറ്റർ പക്ക വണ്ടി. സിംഗിൾ നമ്മള് 5,60,000 രൂപ ചോദിച്ചിരുന്ന വണ്ടി 25,000 ഓഫർ. 5,35 ഏറെക്കുറെ നമുക്ക് 5 ലക്ഷം വരെ ലോണും കിട്ടും. 18 ആ ഒരു വിലക്ക് നല്ല സെറ്റ് അല്ലേ? പിന്നെന്താ, ഒരു 30,000 ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് ഈ വണ്ടി ഇറക്കി കൊണ്ടുപോകും അല്ലേ? അടിപൊളി. അതുപോലെ തന്നെ എവിടെയും അധികം കാണാത്തൊരു സാധനം. അതെ, ഫ്രോൺസ് ആണ്. 2023 ഫ്രോൺസ് ആൽഫ ടർബോ ഹൈബ്രിഡ് വണ്ടിയാണ്. അതായത് 1 ലിറ്റർ പെട്രോളിൽ ഹൈബ്രിഡ് വരും. അതെ, 1 ലിറ്റർ പെട്രോളിൽ ഹൈബ്രിഡ് ആണ്. ടർബോ ആണ് വണ്ടി. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കിലോമീറ്റർ ആണ്. വെറും 9,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 9,000 കിലോമീറ്റർ ഉള്ളി. 12/7/2023 ആണ് വണ്ടി ഇറങ്ങിയിരിക്കുന്നത്. ഇത് നമ്മുടെ ആസ്കിംഗ് പ്രൈസ് 9.5 ആണ്. നമുക്ക് പുതിയ നമുക്ക് 10,90,000 രൂപ. അല്ല സോറി, ഇത് ടർബോ അല്ലേ? ഇതിനകത്ത് ഒരു 60 രൂപ മാറ്റമുണ്ട്. 11 രൂപ വിലയുണ്ട്. അപ്പൊ ഈ വണ്ടി നമുക്ക് 9 ലക്ഷം രൂപ കൊടുക്കാം. ആൽഫ ടർബോ ഏറ്റവും ടോപ്പ് എൻഡ്. മോശമൊന്നുമില്ല. ആർക്കെങ്കിലും വേണം നോക്കി, ഇത് കിട്ടാത്ത സാധനമാണ്, എല്ലാവർക്കും കാണാൻ സാധനം. ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് അയച്ചു തരും. അപ്പൊ ഈ വണ്ടി വന്നിട്ട് 9 ലക്ഷം രൂപയാണ് പ്രൈസ്. നമുക്ക് ഏറെക്കുറെ ഒരു 8 ലക്ഷം രൂപ ലോണും കിട്ടും. അടിപൊളി. ഇതാണെങ്കിൽ അമേസ്, ഇതാകുമ്പോഴത്തേക്ക് 2023 അമേസ് SMT ആണ് വണ്ടി. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ ഇതിന്റെ കിലോമീറ്റർ ആണ്. വെറും 17,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 2023 വണ്ടി SMT ആണ് വണ്ടി. സിംഗിൾ ഓണർ ആണ്. നമുക്ക് ഈ വണ്ടി 6,60,000 രൂപയാണ്. ഇതിൽ 30,000 ഓഫർ. 6,30 നിങ്ങൾ 1 രൂപ ഇടണ്ട. ഫുൾ ലോൺ ഇറക്കിക്കൊണ്ടുപോകും. അടിപൊളി. 0-30 21 വണ്ടി, ലോ കിലോമീറ്റർ, 17,000 കിലോമീറ്റർ. ഒരു റീപ്ലേസ് ഇല്ല എന്നുള്ളതാണ് ഹൈലൈറ്റ്. ഒന്നുമില്ല, പക്ക വണ്ടി. ഇത് 2018 മോഡലാണ്. ഹോണ്ട അമേസ് VX ആണ് വണ്ടി. ഇത് അതായത് ഒരു മിലിറ്ററി ഗ്രീൻ അല്ലേ? അതെ, മിലിറ്ററി ഗ്രീൻ ആണ്. കൊള്ളാട്ടോ, നല്ല വൃത്തിയുണ്ട്. ഇത് VX എന്ന് പറയുമ്പോൾ ഫുൾ ഓപ്ഷൻ ആണ്. ഇത് മിലിറ്ററി ഗ്രീൻ ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ കണ്ണ് പിടിക്കുന്നില്ല. ഇത് ഗ്രേ കളറാണ്. ഗ്രേ ഒന്നുമല്ല, പോയിക്കോട്ടെ. ചാണാപ്പച്ച മോഡൽ സാധനം അത്.
കണ്ണുപിടിക്കുന്നില്ല. ഇനി അത് 2 ഷെയ്ഡ് ഉണ്ട് ഇവിടെ ഒരു സൈഡിൽ നോക്കുമ്പോഴേ. അപ്പൊ ഇത് 69,000 കിലോമീറ്റർ ആണ്. VX ആണ്, ടോപ്പ് അലോയ്സ്, പുഷ്പ സ്റ്റാർട്ട് എല്ലാം വരുന്ന വണ്ടിയാണത്. പെട്രോൾ അല്ലേ? പെട്രോൾ. ഇതിൽ 360 ചെയ്തിട്ടുണ്ടല്ലോ. 360 ചെയ്തിട്ടുണ്ട്. കൊള്ളാം. അപ്പൊ ഇത് വന്നിട്ട് 570 ആസ്കിങ്, 35,000 ഓഫർ, 535-ന് നിങ്ങൾക്ക് ഒരു 5 ലക്ഷം രൂപ ലോണും കിട്ടും. ഒരു 35,000 രൂപ വരുവാണെങ്കിൽ ഈ അമേസ് നിങ്ങൾക്ക് ന്യൂ ഷേപ്പ് വണ്ടിക്കകത്ത് ഇറക്കിക്കൊണ്ട് പോവാം. അടിപൊളി. അതുപോലെ തന്നെ സിറ്റിയോ? സിറ്റി, ഹോണ്ട സിറ്റി ഇത് 2017 മോഡൽ V ആണ് വണ്ടി. 17 വിയോ? വി അലോയ് വീലുണ്ട്. ഇത് നമ്മളെ കയ്യിൽ നിന്ന് പോയി, കസ്റ്റമർ ഇളക്കിയെടുത്ത് പോയോ? അതായത് കസ്റ്റമർ ഇതിന് വേറൊരു കസ്റ്റം മോഡലില് വേറൊരു അലോയ് ഇട്ടു. എന്നിട്ട് അയാൾ അത് ഊരി ഇട്ടിട്ട് അയാൾ അതിന് അലോയ് കാണുന്നില്ല. പിന്നെ നമ്മൾ 4 ഡിസ്ക് എടുത്തിട്ടാണ്. അപ്പൊ 17 സിറ്റി V ആണ് വണ്ടി. ഇതിന്റെ പ്രൈസ് ആണ് നമ്മൾ ഞെട്ടിക്കുന്നത്. എത്രയാ? നമ്മൾ 5 ലക്ഷം രൂപ ആസ്കിങ്, 40,000 ഓഫർ, 460-ന് നിങ്ങൾക്ക് ഫുൾ ലോൺ അല്ല അതിൽ കൂടുതൽ ലോൺ കിട്ടും. 4,60,000 രൂപയ്ക്ക് 2017 അല്ലേ? ബി. അതും പുഷ്പ സ്റ്റാർട്ട് ഒക്കെ ഉണ്ട്. ന്യൂ ഷേപ്പ് വന്ന വണ്ടിയാ? ന്യൂ ഷേപ്പ് വന്ന വണ്ടിയാ. അല്ലല്ലോ, ഒന്നുമില്ല, ആക്സസ് കാര്യങ്ങളൊന്നുമില്ല. അടിപൊളി. വണ്ടി പക്കാണ് കേട്ടോ. അതുമല്ല അപാകതയില്ലല്ലോ, ഒരു അപാകതയില്ല. 2 ഒരേ സാധനം കിടപ്പുണ്ടല്ലോ. അതെ. ഇത് 2018 മോഡല് സിയാസ്. അതെ. ഏതാ മോഡല്? 2018 മോഡലാണ്. 55,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. ഡെൽറ്റയാണിത്. ഇത് 2014 ആണ്, 15 ആണ് വണ്ടി. 15. അതായത് അത് എനിക്ക് തോന്നുന്നു ഡെൽറ്റ അല്ലേ? ഇത് ഡെൽറ്റ, ഇത് ആൽഫ. അത് ആ ടയർ കണ്ടപ്പോൾ തോന്നി. സെറ്റ് അല്ലേ ഇത്? അതെ. 15 മോഡലില് ആൽഫയും 18 മോഡലില് ഡെൽറ്റയും. ശരി. ഇത് കിലോമീറ്റർ എത്ര പറഞ്ഞാൽ? ഇത് 55,000 കിലോമീറ്റർ. എന്ത് വിലയുണ്ട്? ഇത് 560 ആണ്. നമുക്കൊരു 25,000 ഓഫർ 535-ന് എടുക്കാം. 18 വണ്ടിയാന്ന് ഓർക്കണം. 55,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ഏറെക്കുറെ നമുക്ക് 5 ലക്ഷം രൂപ കണ്ണുടച്ച് ലോൺ കിട്ടും. പെട്രോൾ അല്ലേ? പെട്രോൾ വണ്ടി. ഒരു 35,000 ഉണ്ടെങ്കിൽ നല്ലൊരു സെഡാൻ സെഗ്മെന്റിൽ നല്ല അടിപൊളി ഒരു വണ്ടി എടുത്തുണ്ട്. ഇതാണെങ്കിലോ നേരെ വേണമെങ്കിൽ 15-ൽ വരുവാണെങ്കിൽ സിയാസ് തന്നെയാണ്. ഇത് ZX ആണ്. പക്ഷെ ഇതിന്റെ കിലോമീറ്റർ ഹൈലൈറ്റ് ആണ്. വെറും 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ശരിക്കും അടിപൊളി സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് നമുക്ക് എന്താ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഈ വണ്ടി നമ്മൾ 5 ലക്ഷം 30,000 ഓഫർ 520-ന് എടുത്തോണ്ട് പോവാം. അതെന്ത് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ ഇത് ZX ആണ്. രണ്ടാമത്തെ കിലോമീറ്റർ ജെന്യൂനും സർവീസും ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ 15 വണ്ടിക്കും 18 വണ്ടിക്കും ഒരേ വില. പക്ഷേ ഇതിനകത്ത് ഓപ്ഷൻസ് ഇഷ്ടം പോലെ. വേറെ കേസിൽ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ 2 പോയിന്റാന്നേ പറയുള്ളൂ അല്ലേ? അതെ. അത്ര ക്വാളിറ്റി ഉണ്ട്. അതും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാട്ടോ. ഈ പറഞ്ഞ കണക്ക് പുഷ്പ സ്റ്റാർട്ട് അലോയ്സ് എല്ലാം വരും. അപ്പൊ ഏറെക്കുറെ നമ്മൾ ഈ വണ്ടിക്ക് ഈ പറഞ്ഞ കണക്ക് നമുക്കൊരു 5 രൂപ ലോണും കിട്ടി. ZX ആയതുകൊണ്ട് ഒരു 20,000 ഉണ്ടോന്ന് ഈ വണ്ടി ഇറക്കി കൊണ്ടുപോകാം. പഴയതും പുതിയതും. അതെ. പുതിയൊരു ഷേപ്പ് ബ്രസ്സ. ഇത് 22 VX ഹൈബ്രിഡ് ആണ് വണ്ടി. ഹൈബ്രിഡ് ഓപ്ഷൻ അല്ലേ? അതെ. 35,000 കിലോമീറ്റർ ഓടിയുള്ളൂ. സിംഗിൾ ഓൺ വണ്ടിയാണ്. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമ്മുടെ ആസ്കിംഗ് പ്രൈസ് 8.25 ലക്ഷം രൂപയാണ്. അതിനകത്ത് നമുക്കൊരു 30,000 ഓഫർ 840-ന് നിങ്ങൾക്ക് 8 ലക്ഷം രൂപ ലോണും പാസ്സായി കിടക്കുന്ന വണ്ടി. 22 മോഡൽ 8 രൂപ ലോൺ പാസ്സായി കിടക്കുകയാണ്. നമുക്കൊരു 40,000 കൊണ്ടുവരുവാണെങ്കിൽ ഈ വണ്ടി ഇറക്കിക്കൊണ്ട് പോവാം. ടു ബി ഫ്രാങ്ക് എന്തൊക്കെ പറഞ്ഞാലും കാണാൻ ഭംഗി ഇത് തന്നെ. അതെ. അങ്ങനെ മറ്റേ മൂക്ക് ചെത്തി വെച്ച പോലെ ഉണ്ട്. ഇതേതാ മോഡൽ? ഇത് 21 VX ഓപ്ഷൻ വണ്ടിയാണ്. ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ബട്ടൺ സ്റ്റാർട്ട് ഉൾപ്പെടെ വരുന്ന സാധനം കേട്ടോ. അതെ. ഉണ്ടാവില്ല. അതെ. മിഡിൽ ഓപ്ഷനിൽ ഓപ്ഷൻ വരുന്ന കേട്ടോ ഇത്. ഇത് 40,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഈ വണ്ടി. സിംഗിൾ ഓണർ വണ്ടിയാണ്. നമ്മൾ ഇവിടെ ഇട്ടേക്കുന്ന പ്രൈസ് 7,75,000 ആണ്. ഇതിനകത്ത് 25,000 നോ ആക്സിഡന്റ് നോ റീപ്ലേസ്മെന്റ്. 40,000 ജെന്യൂൻ കിലോമീറ്റർ കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം ഉള്ള വണ്ടി. നിങ്ങൾ നോക്കി നോക്കല്ലേ, ഭംഗി ശരിക്കും ഇതല്ലേ കാണാൻ? ഏറെക്കുറെ. അപ്പൊ നമ്മുടെ ഓഫർ പ്രൈസ് 7.5 ലക്ഷം രൂപയാണ്. ഏറെക്കുറെ 7,000 രൂപ നിങ്ങൾക്ക് ലോണും കിട്ടും. ഇതും വണ്ടി 21 തന്നെയാണ് VX ഓപ്ഷൻ. പിന്നെ നേരെ വരുവാണെങ്കിൽ ഒരു മിനി കൂപ്പർ ആണ്. ഈ വണ്ടി വന്നിട്ട് 2014 മോഡൽ വണ്ടിയാണ്. MH വണ്ടിയാണ്. നമ്മൾ കേരളത്തിൽ ആക്കി കൊടുക്കുന്നതാണ്. MH അല്ലേ? MH ആണ്. MH. അപ്പൊ ഇതൊരു 80,000 കിലോമീറ്ററുടെ വണ്ടിയാണ്. കൺട്രിമാൻ ആണ്. നമുക്ക് ഇത് കേരളത്തിലാക്കി 16 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ഏറെക്കുറെ ഒരു 13 ലക്ഷം രൂപ ലോണും കിട്ടും. കൂടുതലല്ലേ? ഒരു കൂടുതലല്ല. വണ്ടി 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇയാൾക്ക് വേണമെങ്കിൽ ഞാൻ കുറച്ച് 80,000 ഓടിയിട്ടുള്ളൂ. വൈഫിന് വേണമെന്ന് പറഞ്ഞില്ല ഒരു വണ്ടി. 5 ഇത് കാണുവാണെങ്കിൽ ഈ വണ്ടി ചേട്ടൻ്റെ അടുത്ത് ചോദിക്കണേ. അതെ, നന്നായിരിക്കും. ഇതിപ്പോ അടുത്ത് വരുവാണെങ്കിൽ BMW X1 2016 മോഡലാണ്. ഇത് തരുമോ? ഒരു 10 ലക്ഷം രൂപ തരുമോ? നല്ല വണ്ടിയാണ്. 80,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അതായത് അടിപൊളി കണ്ടീഷൻ അല്ലേ? സെറ്റ് വണ്ടി. ഓടിക്കാനും നല്ല ക്ലീൻ വണ്ടിയാണ്. പിന്നെ എനിക്ക് നമ്മൾ രണ്ട് ഇതിനകത്ത് എവിടെ പോയിട്ടുണ്ട് അല്ലേ? നല്ല സുഖം, യാത്രയൊക്കെ അടിപൊളിയാണ്. BM ആണ്. അതായത് ശരിക്കും തനത് BM എന്ന് പറഞ്ഞ ഇതാണ്. കിഡ്നി ഗ്രില്ലും ഏറ്റവും പുതിയ വണ്ടിയാണ്. നിങ്ങൾ ഒന്നിനും കൊള്ളൂല. കാണാനേ രസമില്ല.
ഇതാണ് അതിന്റെ ഒരു ഭംഗി. അപ്പൊ ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്, അതർ സ്റ്റേറ്റ് ഒന്നും അല്ല. നമ്മൾ ആസ്കിങ് 18 ലക്ഷമാണ്. നമുക്കൊരു 50 രൂപ ഓഫർ ഇട്ട് 17.5 ലക്ഷം രൂപയ്ക്ക് ഏറെക്കുറെ 15 മോഡല് 16 അല്ലേ? 17.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ഏറെക്കുറെ 15 ലക്ഷം ലോണും കിട്ടും. X-Line 20D ആട്ടോ. 20D മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ വണ്ടി. അതെ. അതും ഓട്ടോമാറ്റിക് ആണ്. ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും സർവീസിന് കയറ്റുമ്പോൾ നിക്കർ കയറും. ഞാൻ ഇപ്പൊ ലാസ്റ്റ് സർവീസ് ചെയ്തിട്ടേക്കെ 25,000 ആണ് ബില്ല്. അതാ പറഞ്ഞേ, അതെ കയറും. പിന്നെ BM ഒക്കെ അല്ലേ എന്തൊക്കെ പറഞ്ഞാലും അല്ലേ. പിന്നെ ഒരു 2.5 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ വണ്ടി എടുത്തോണ്ട് പോവാം. നല്ല പ്രൊഫൈൽ, നല്ല പ്രൊഫൈൽ, നല്ല മൈലേജും കിട്ടും, മെയിന്റനൻസും കുറവാണ്, ഒക്കെയാണ് വണ്ടി. ബ്രോ നല്ല വില അതിന്റെ പേര് നമുക്ക് തീർച്ചയായിട്ടും. പിന്നെ അപ്പൊ എന്തായാലും ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോട്ടെ. അതൊക്കെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ് വിചാരിക്കുന്നു. വരിക, വന്നിട്ട് വണ്ടി ചെക്ക് ചെയ്യാം, മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. അതെ. ഏറ്റവും നല്ല വണ്ടികളെ തരുള്ളൂ, അത് ഉറപ്പാണ്. തീർച്ചയായിട്ടും. ഓക്കെ.